എല്ലാവർക്കും ഫസ്റ്റ് പുതിയൊരു എപ്പിസോഡ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തൊരു വണ്ടിയായിരുന്നു യമഹയുടെ MT-50. അപ്പോൾ വണ്ടി നമുക്ക് ഇന്ന് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിലേക്കാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡിസൈനിങ്ങിൻ്റെ കാര്യം നോക്കാം. അപ്പോഴത്തെ പോലെ നമുക്ക് ഫ്രണ്ട് ഭാഗം തന്നെ ആദ്യം നമുക്ക് പരിശോധിക്കാം. വണ്ടിയുടെ ഡിസൈനിങ്ങിൻ്റെ കേസ് നമുക്ക് ഫ്രണ്ട് സെക്ഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന വണ്ടിയുടെ ഹെഡ് ലാമ്പ് സെക്ഷനാണ്. വണ്ടിക്ക് 2 റണ്ണിങ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഒരു കണ്ണിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് അത് രണ്ടും വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഡിമ്മും ബ്രൈറ്റും ഒക്കെ തന്നെ ഈ ഒറ്റ ഹെഡ് ലാംപ്സിലാണ് വന്നിരിക്കുന്നത്. അതിനൊരു റൗണ്ട് ആയിട്ടുള്ള ഷേപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി വെട്ടം തന്നെ അത് തരുന്നുണ്ട്. പിന്നെ വെട്ടം ഒരു വൈഡ് റേഞ്ചിലായിട്ടേക്കല്ല പോകുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വെട്ടം ഫോക്കസ് ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റണ്ണിങ് ലാംപ്സും ഒരു ഹെഡ് ലാംപ്സും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു റോബോട്ടിക് ഫേസ് ആണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അടുത്ത ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും പുതുമ അവകാശപ്പെടാനില്ലാത്തൊരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് യമഹ MT-ലും കൊടുത്തിരിക്കുന്നത്. R15 വന്നിരിക്കുന്ന അതേ ഒരു ടൈപ്പാണ്. R15 റിവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആ ടൈപ്പ് ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആ വണ്ടിക്ക് ഒരു ഫിറ്റ് ആകുന്ന മാതിരി തോന്നിയില്ല. യമഹയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു LED ഇൻഡിക്കേറ്റേഴ്സാണ് ഈ വണ്ടിക്ക്. അതെന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഓവറോൾ ലുക്കിനായി LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു കുറച്ചുകൂടെ ഭേദമൊന്നും എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻസ് ഒന്നും തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നില്ല. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സെക്ഷൻ ഓവറോൾ നല്ല സ്പോർട്ടി ഡിസൈനാണ് യമഹ MT-ക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ലുക്കാണ് വണ്ടി ഫ്രണ്ടിൽ നിന്നാണ്. ചിലർ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് പറഞ്ഞു വണ്ടിയുടെ ഹെഡ് ലാംപ്സും 2 റണ്ണിങ് ലൈൻസ് ഒക്കെ കാണുമ്പോൾ ഒരു ഉറക്കം തോന്നിയൊരു ലുക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണലി എനിക്ക് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നല്ല ലുക്ക് തന്നെയാണ് വണ്ടിക്ക് കിട്ടുന്നത്. ഓവറോൾ നല്ല സ്പോർട്ടി ഡിസൈനിൽ തന്നെയാണ് MT-50 നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ മിഡിൽ സെഗ്മെന്റ് ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ നല്ല സ്പോർട്ടി ഡിസൈനാണ് മിഡിൽ സെഗ്മെന്റിലും വന്നിരിക്കുന്നത്. അത് നമുക്ക് ടാങ്കിന്റെ കേസ് ചെയ്യുന്നതാണ് തുടങ്ങാം. ടാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മസ്കുലർ ടാങ്ക് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ല സ്പോർട്ടി ലുക്കിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല MT-യുടെ സ്റ്റിക്കർ വർക്ക്സ്, അതായത് MT-ന്ന് അടിച്ചിരിക്കുന്ന ആ ലോഗോ ആണെങ്കിലും യമഹയുടെ ലോഗോസും ഒക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിക്ക് 2 എയർ ഇൻടേക്കിന്റെ പോലത്തെ ഒരു ഡിസൈന് ഇതിലും വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളിത് കാണുമ്പോഴത്തേക്കും നമുക്ക് FC-V3യോട് ആ ടാങ്ക് ഹൗസ് ഒരു സിമിലാരിറ്റീസ് തോന്നുന്നുണ്ട്. പിന്നെ MT-യുടെ ഇവിടെ വന്നിരിക്കുന്നത് MT-യുടെ ഒരു ലോഗോ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ എൻജിൻ ഗാർഡ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു ലൈറ്റാണ്. അപ്പോൾ അത്രമാത്രം ഒരു പ്രൊട്ടക്ഷൻ എഞ്ചിൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. പിന്നെ നല്ല സ്പോർട്ടി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഡിസൈനിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈനാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം എനിക്ക് അത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടിയുടെ ക്രാഷ് ഗാർഡ്സ് വന്നിട്ടില്ല. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ക്രാഷ് ഗാർഡ്സ് നമുക്ക് സെപ്പറേറ്റ് ആക്സസറി ആയിട്ട് തന്നെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. വണ്ടി വരുമ്പോൾ തന്നെ ക്രാഷ് ഗാർഡ്സോട് കൂടിയല്ല വരുന്നത്. ഗ്രാബ് റെയിൽസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ R15 V3 വന്നിരിക്കുന്നത് അതൊരു സെറ്റപ്പ് തന്നെ ഇതിനകത്തും വന്നിട്ടുണ്ട്. പക്ഷെ അത്രയൊരു വിട്ട് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ആക്ച്വലി ഇതൊരു ഗ്രാബ് റെയിലിൻ്റെ പർപ്പസ് ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ പർപ്പസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ അടിയിൽ തന്നിട്ടുള്ള ഒരു അയൺ പീസ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ആക്ച്വലി ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വണ്ടിയുടെ ഓവറോൾ സ്പോർട്ടി ലുക്ക് കൊടുക്കാൻ മാത്രമാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇത്രയിൽ എല്ലാവർക്കും പറഞ്ഞ ഒരു മെയിൻ പ്രശ്നം അതായത് പില്ലിയണ് ഗ്രാബ് റെയിൽസ് പിടിച്ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ MT-യിൽ അവർ അതിന് ഒരു സെപ്പറേറ്റ് ഒരു മെറ്റൽ പീസ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽസിന്റെ പർപ്പസ് ചെയ്യുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇതിനേക്കാളും ഒക്കെ നന്നായിട്ട് പില്ലിന് ഇതിൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ ബാക്ക് പോർഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വണ്ടിയുടെ ഒരു ടെയിൽ ലാമ്പാണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. LED ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഈ ടെയിൽ പോർഷൻ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ലെന്ത് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. മഡ് ഗാർഡിൻ്റെ ഏകദേശം ഒരു ബാക്കിലത്തെ ടയർ ഫുൾ കവർ ചെയ്തിട്ടാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പക്ഷേ ആക്ച്വലി അത് LED ഇൻഡിക്കേറ്റേഴ്സ് ആക്കുന്നതിനായിരുന്നു എനിക്ക് കുറച്ചൊരു താല്പര്യം. വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്ക് തന്നെ എക്സോസ്റ്റ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. R15ൻ്റെ ഒരു സെയിം കട്ടി തന്നെയാണ് ഇതിനകത്ത് എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റിൻ്റെ വേറൊരു ഡിസൈനിങ്ങിൽ വലിയൊരു പുതുമ കാണുന്നില്ല. എക്സോസ്റ്റിൻ്റെ ഓവറോൾ വണ്ടിയുടെ ഡിസൈനായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നൊരു എക്സോസ്റ്റ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടി ഡിസൈനിങ്ങിൻ്റെ കേസ് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് നല്ലൊരു സ്പോർട്ടി ഡിസൈനാണ് യമഹ MT-50 കൊടുത്തിരിക്കുന്നത്. MT-50 നേരത്തെ വിദേശത്തുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ട് കുറച്ചാണ് കിട്ടുള്ളൂ.
വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും പെട്ടെന്നൊരു ഇംപ്രഷൻ വണ്ടി പിടിച്ചു പറ്റുന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. പിന്നെ R15 ഇറക്കിയ സമയത്ത് ഒരുപാട് പേര് ഡിസൈനിൻ്റെ കുറച്ച് പോരായ്മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പില്ലിയൻ്റെ കംഫർട്ട്, പുറകിലെ ഗ്രാബ് റീൽസിൻ്റെ പ്രശ്നം, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ ഉള്ള പ്രശ്നം, അതൊക്കെ ഏകദേശം പൂർണ്ണമായി തന്നെ പരിഹരിച്ചുകൊണ്ടാണ് യമഹ MT കൊണ്ടുവന്നിരിക്കുന്നത്. എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ R15 V3 വന്നിട്ടുള്ള അതേ സെയിം എഞ്ചിനാണ് MT വന്നിട്ടുള്ളത്. R15 ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്ക് ആയിരുന്നെങ്കിൽ അതൊരു നേക്കഡ് സ്ട്രീറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് MT എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ R15 തരുന്ന അതേ ഔട്ട്പുട്ട് തന്നെ നൽകുന്ന ഒരു സ്ട്രീറ്റ് ഫൈറ്ററാണ് നമ്മുടെ MT. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലിക്വിഡ് കൂൾ 4 സ്ട്രോക്ക് SOHC 4 വാൾവ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 155 cc ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഓഫർ ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 19.3 PS അറ്റ് 10,000 RPM. അതോടൊപ്പം തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 14.7 Nm അറ്റ് 8,500 RPM ആണ്. സ്പെക്കിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ R15ന്റെ അതേ ഒരു സ്പെക്ക് തന്നെയാണ് എഞ്ചിന്റെ കേസിലും MTക്കും വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയിൽ 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷൻ ആണ് വന്നിട്ടുള്ളത്. സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VVA ടെക്നോളജി ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സെയിം എഞ്ചിൻ സ്പെസിഫിക്കേഷൻ R15ന്റെ അതേ ഒരു കടമെടുത്തിട്ടാണ് നമ്മുടെ MTയിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ സീറ്റിങ്ങിന്റെ കേസിലേക്ക് കിടക്കുമ്പോഴത്തേക്കും റൈഡറിന് അത്യാവശ്യം ഒരു വീതിയുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ചെറുതായിട്ട് വണ്ടിയുടെ സീറ്റ് ഒന്ന് ചെറുതാകുന്നുണ്ട്. അത് ഓവറോൾ ആയാലും നമുക്ക് ഈ പൊസിഷനിങ്ങിന് അത്യാവശ്യം ഒരു പ്രശ്നമൊന്നും വരുന്നില്ലെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു സൈഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ പുറയിലേക്ക് ഇറങ്ങിയിരുന്നിട്ടൊക്കെ ആണെങ്കിലും വണ്ടി റൈഡ് ചെയ്യാം. പക്ഷേ പില്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പില്ലിന് അത്രമാത്രം കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് അല്ല വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ കേസ് ഓവറോളും അത്ര വലിയ കംഫർട്ടൊന്നുമല്ല. സീറ്റ് അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഒരു സ്മൂത്തായിട്ടുള്ള സീറ്റൊന്നും വന്നിട്ടില്ല. FC V3 വന്നിരിക്കുന്ന ഒരു സ്മൂത്ത് സീറ്റിംഗ് നമുക്ക് അത് കാണാൻ പറ്റില്ല. പിന്നെ പില്ലിന് ജസ്റ്റ് അത്യാവശ്യം ഒന്ന് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു സീറ്റാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ R15 V3 കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്സ് ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിൽ ഒരു മോണോഷോക്ക് റിയർ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അത് സിംഗാമിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ വിദേശ മോഡലുകളായ MTയിൽ നമുക്ക് USD ഫോർക്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ മോഡലിൽ എന്താണെന്ന് വെച്ചാൽ ടെലിസ്കോപ്പിക് ഫോർക്സ് ആണ് കാണാൻ പറ്റുന്നത്. USD ഫോർക്ക് വരാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. USD ഫോർക്സ് വന്നിരുന്നെങ്കിൽ പ്രൈസ് റേഷ്യോ കുറച്ചുകൂടെ കൂടിയേനെ എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ബ്രേക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വണ്ടിയിൽ സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അതെല്ലാവരും കുറേ പേര് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞു വണ്ടിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിംഗിൾ ചാനൽ ABS മാത്രമേ വരുന്നുള്ളൂ, ഒരു ഡ്യുവൽ ചാനൽ ABS വരുന്നില്ല. ആക്ച്വലി അത് എനിക്ക് ശരിയായിട്ട് തന്നെയാണ് തോന്നിയത്. ഒരു ഡ്യുവൽ ചാനൽ ABS ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ വണ്ടിയിലെ 2 സൈഡിലും ഡിസ്ക് ബ്രേക്സ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 282 ഫ്രണ്ട് ഡിസ്കോ അതോടൊപ്പം 220 റിയർ ഡിസ്കോ ആണ് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ടയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടിയിൽ വന്നിട്ടുള്ള 2 MRF സാപ്പർ ടയർസ് ആണ്. ഫ്രണ്ടിലെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 100/18 അതോടൊപ്പം തന്നെ പുറത്തെ സൈസ് എന്ന് പറഞ്ഞാൽ 140/17 ആണ് സൈസ് വന്നിരിക്കുന്നത്. വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ ടാങ്കാണ്. വണ്ടിയുടെ ടാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ള ടാങ്കാണ്. പെട്ടെന്ന് എനിക്ക് കയറുന്നപ്പോൾ തന്നെ നമുക്ക് ഡ്യൂക്ക് 200 ഒരു സിമിലാരിറ്റീസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ടാങ്കിന് നേരത്തെ പറഞ്ഞ പോലെ ടാങ്കിൽ വന്നിരിക്കുന്ന ബോഡി ഗ്രാഫിക്സ് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ടാങ്ക് നമ്മുടെ അടുത്ത് ഒട്ടിയിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ക്ലോസ് ആയിട്ടാണ് നമുക്ക് ടാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്ററാണ് വണ്ടിയുടെ കപ്പാസിറ്റി. അപ്പം R15 V3 ആണെങ്കിൽ അതൊരു 11 ലിറ്റേഴ്സാണ്. ചിലർ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞു പോയതെന്ന് വെച്ചു. എനിക്ക് ചെറുതായിട്ട് തോന്നിയൊരു R15 V3 ഒരു 15 ലിറ്ററിൻ്റെ ടാങ്ക് കൊടുക്കുമായിരുന്നെങ്കിൽ ഷുവർ ഇതിലും ഒരു 15 ലിറ്ററിൻ്റെ ടാങ്ക് തന്നെ കൊടുക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടുന്ന വണ്ടിയാണ്. R15ൻ്റെ അതേ ഒരു റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. അതായത് വണ്ടിയുടെ കീ സെറ്റ് വന്നിരിക്കുന്ന ടാങ്കിനോട് ആ ചേർന്നിട്ടുള്ള പൊസിഷനിലാണ്. FC V3ക്കും സെയിം ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിൻ്റെ കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ല അഡ്വാൻസ്ഡ് സ്പോർട്ടി ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് ലെറ്ററിങ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ എന്നാണ് സാധാരണ ഇതിനെ നമ്മൾ പറയുന്നത്. വണ്ടിയുടെ എല്ലാതരം ബേസിക് ഇൻഡിക്കേഷൻസ് അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡിക്കേഷൻസും വന്നിട്ടുണ്ട്. വണ്ടിക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്, ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്, RPM ലിമിറ്റ് വന്നിട്ടുണ്ട്, VVAയുടെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്, ഫ്യൂൽ ഗേജ്, ഓഡോമീറ്റർ, അങ്ങനെയുള്ള എല്ലാം ഇത് വന്നിട്ടുണ്ട്. പിന്നെ ക്ലോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നേരത്തെ R15 ഉണ്ടായിരുന്ന തന്നെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡിസ്പ്ലേ ആണ്. ഇതിനകത്തൊരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്.
വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്വിച്ചിൻ്റെ ഒക്കെ പൊസിഷൻ ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഹോണിന് ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ മേളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്കായിരിക്കും ഹോണിന് വേണ്ടി നോക്കുന്നത്. പക്ഷേ ഹോൺ ജസ്റ്റ് ഒരു മേളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എടുക്കുന്ന ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ രണ്ട് സ്വിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയിൽ. പിന്നെ പാസ് സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെയും കൂടെ തന്നെയാണ് പാസും കൂടെ വന്നിരിക്കുന്നത്. വണ്ടിയുടെ മിറേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു FC25 വന്നിരിക്കുന്ന ഏകദേശം ആ ഒരു ഡിസൈനുള്ള മിറേഴ്സിനകത്ത് വന്നിട്ടുണ്ട്. മിറേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുറകെ വരുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു മിറേഴ്സ് തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ക്ലച്ച് ഫീലിനൊക്കെ പറയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് ഫീലാണ് MTക്ക് വന്നിരിക്കുന്നത്. ഒരു ഷോർട്ട് ക്ലച്ചാണ് വന്നിരിക്കുന്നത് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച്. അതായത് R15 V3 അപേക്ഷിച്ച് കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടുള്ള ക്ലച്ചാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ്. പിന്നെ സ്ലിപ്പർ ക്ലച്ചാണ് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പ്രിസൈസ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഗിയറാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയേഴ്സ് തന്നെയാണ്. സ്ലിപ്പർ ക്ലച്ച് വന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്. വണ്ടി നമ്മൾ റവ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. നല്ലൊരു ഫൺ ബൈക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ത്രില്ലാണ് വണ്ടിയുടെ ഒരു ക്ലച്ചിൻ്റെ ഗിയറിൻ്റെയും ആ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു റൈഡിംഗ് ഫീൽ നമുക്ക് ക്ലച്ചിൻ്റെ ഗിയറിൻ്റെ കോമ്പിനേഷൻ തരുന്നുണ്ട്. വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പോർട്ടി പൊസിഷനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 810 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡ്സ് കിട്ടുന്നില്ല. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 55 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി ഓവറോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബിഗിനർ ബൈക്കായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ കൂടി അത്യാവശ്യം ഒരു ബൈക്ക് കോഴ്സ് പരിചയമുള്ളവർക്ക് വണ്ടി സുഖമായിട്ട് എടുത്തുകൊണ്ട് പറ്റുന്നുണ്ട്. വണ്ടി അങ്ങനെ പ്രത്യേകിച്ച് റിസ്ക് ആയിട്ട് എടുത്തുകൊണ്ട് ഒരുപാട് ഓവർ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് നൈസായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വണ്ടിയുടെ മെയിൻ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ആണ്. വണ്ടിയുടെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നിന് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സീറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. R15 V3 കുറച്ചുകൂടി മെച്ചം നമുക്ക് സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നിയൻ സീറ്റിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷേ റൈഡറിൻ്റെ സീറ്റാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു സ്പോർട്ടി പൊസിഷനിലാണ് സീറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈഡർക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേ പിന്നിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് R15 കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് സീറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത്ര ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് കൊടുക്കുന്ന ഒരു സീറ്റല്ല പിന്നിന് വന്നിരിക്കുന്നത്. റൈഡറിന്റെ പൊസിഷനിങ് ഒക്കെ പറഞ്ഞാൽ നല്ലൊരു പൊസിഷൻ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ വണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു കാലെന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ ടാങ്കിന്റെ ഒക്കെ ജസ്റ്റ് താഴെ വരെ വരുന്നുണ്ട്. കറക്റ്റ് ആ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ കാല് ഫിറ്റ് ആകുന്നുണ്ട്. അതൊക്കെ ഈ വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. R15 V3 ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സീറ്റിംഗ് അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യമുള്ള യൂസുകൾക്കൊക്കെ മാത്രം സീറ്റിംഗ് പില്ലൻ സീറ്റ് കുഴപ്പമില്ല. ഒരു ലോങ് റൈഡിന് നമ്മൾ പില്ലിനെ വെച്ചുകൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ പില്ലൻ ഉറപ്പാണെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗ്രാബ് റെയിൽസ് വന്നിട്ടുണ്ട്. V3 നല്ലൊരു ഗ്രാബ് റെയിൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. സസ്പെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഒരു എബോ ആവറേജ് സസ്പെൻഷൻ വണ്ടിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഡിസൈൻ ഒരു സ്പോർട്ട് യൂട്ടിലിറ്റി ബൈക്ക് ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ആ റേഞ്ച് എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീലാണ് മെയിനായിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നല്ലൊരു സ്പോർട്ടി ഫീലാണ് ഈ വണ്ടി തരുന്നത്. പിന്നെ വണ്ടി എടുക്കുന്നതിന് നമ്മളോട് കുറേ പേര് ചോദിച്ചൊരു മെയിൻ കാര്യമാണ് വൈബ്രേഷനും ഹീറ്റിംഗ് ഇഷ്യൂസ്. അതായത് ഈ വണ്ടി ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയ വൈബ്രേഷൻസിൻ്റെ കേസൊന്നും പറയാൻ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല, വലിയ വൈബ്രേഷൻ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല വണ്ടിയിൽ. പിന്നെ ഹീറ്റിംഗ് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ V3 ആണെങ്കിൽ നമുക്ക് വൈബ്രേഷൻ ഫ്രണ്ടിലെ കിറ്റ് ചെയ്യുന്നതിന് അത്യാവശ്യം ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് അങ്ങനെ വലിയ വൈബ്രേഷൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ വലിയ കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് തന്നെ വണ്ടിക്ക് പറയാനില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫീൽ എന്ന് പറഞ്ഞാൽ മാറി ഫീലാണ്, നല്ല കിടിലം ഫീലാണ് വണ്ടിക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് ഇത്ര തിരക്കുള്ള സ്ഥലത്ത് ഓടിച്ചുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സോളോ റൈഡിനൊക്കെ പോയാലോ നല്ലൊരു കോൺഫിഡൻസ് ആണ് വണ്ടിയിൽ നിൽക്കുന്നത്. തിരക്കുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിൽറ്റർ ഒക്കെ ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. സോളോ റൈഡൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ആ സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ സൗണ്ടിങ് ആ പെർഫോമൻസും തരുന്ന നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വണ്ടി ടൂറിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈഡർക്ക് വലിയ പ്രശ്നം കാണില്ല. പക്ഷെ പില്ലിൻ്റെ കാര്യം ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആണ്. അതായത് സീറ്റ് അത്യാവശ്യം നല്ലൊരു സീറ്റ് വന്നിട്ടുണ്ടെങ്കിലും സീറ്റ് അത്ര വലിയ കുഷനൈസ് സീറ്റോ പിന്നെ അങ്ങനെ ഒരു സീറ്റല്ല. R15 ആ സീറ്റിംഗ് പോരായ്മ പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലൂടെ R15 ഒരു സൂപ്പർ സ്പോർട്ട് മോഡലാണ്, ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റർ. എഞ്ചിന്റെ പെർഫോമൻസ് ഒക്കെയാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യം. നല്ല സ്മൂത്തും അതോടൊപ്പം തന്നെ നല്ല പവർ ഡെലിവറിയും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം ഹൈ RPM നല്ലൊരു പവർ ഡെലിവറി ഉണ്ട്. വണ്ടി ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അയഞ്ഞു പോകുന്നതായിട്ടൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. എല്ലാ കേസിലും നല്ലൊരു പവർ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി ഒരു വാല്യൂ ഫോർ മണി ബൈക്കാന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ പ്രൈസ് നമുക്ക് നേരത്തെ പറഞ്ഞ അല്പം ഒരു കൂടുതലാണ്. അതായത് R15 V3 ഏകദേശം 3000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഇതിന് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. R15 V3 ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമ്മളൊരു മിസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്.
അപ്പോൾ നിങ്ങളൊരു ഡ്യുവൽ ചാനൽ ABS ആയിട്ടുള്ളൊരു MT എടുക്കാൻ നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ യമഹ MT വേർഷൻ 2 ആയിട്ട് ഡ്യുവൽ ചാനൽ ABSഉം അതോടൊപ്പം തന്നെ കുറച്ച് ബോഡി ഗ്രാഫിക്സ് ഒക്കെ മാറ്റിയിട്ട് ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. വണ്ടിയുടെ ഓവറോൾ കേസ് എടുക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലായാലും MT R15 എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ R15 എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു MT തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കുകളോടൊക്കെയാണ് കുറച്ചുകൂടി താല്പര്യം. ആ ഒരു താല്പര്യത്തിൻ്റെ ഒരു ബേസിലാണെന്ന് തോന്നുന്നത് എനിക്ക് വണ്ടി R15 കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ R15 അതേ ഒരു പവർ ഡെലിവറി ആണ് കിട്ടുന്നത്. ഒരു ലീനിയർ പവർ ഡെലിവറിയാണ്. ഒട്ടും നമ്മൾ എടുത്ത് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പവർ ഡെലിവറി അല്ല ഇതിനകത്ത്. നൈസായിട്ടൊരു ലീനിയർ പവർ ഡെലിവറിയാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ഈ വണ്ടി ആരൊക്കെ വാങ്ങിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങൾ R15 V3 ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി റൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വണ്ടി എന്താ പറയുക വണ്ടിയുടെ ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് അത്ര ഒരു ഇഷ്ടമില്ലാതെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് MTയിലേക്ക് കയറി വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ R15 ഒരു എൻ്റെ ഡിസൈൻ ഒരു സ്ട്രീറ്റ് ഫൈറ്ററിലേക്ക് എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഒരു ഡിസൈനിലാണ് നമ്മുടെ ഫ്രണ്ടിൽ MT വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരിക്കലും MTന്ന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുകയില്ല. കാരണം നല്ലൊരു സ്പോർട്ടി ഫീലാണ് വണ്ടി കിട്ടുന്നത്. സ്പോർട്ട്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ വളരെ നൈസായിട്ട് വണ്ടി യൂസ് ചെയ്യാവുന്നുള്ളൂ. നല്ലൊരു സ്പോർട്ടി ബൈക്കാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫാമിലി യൂസിനെ ആപ്റ്റാന്ന് പറയുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ റൈഡർക്ക് മാത്രം അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കൊടുക്കുന്നുണ്ട്. പില്ലിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ R15 കുറച്ചുകൂടി എബോ ആവറേജ് എന്ന് മാത്രമേ നമുക്ക് പില്ലിൻ്റെ കേസ് പറയാൻ പറ്റുള്ളൂ. നല്ലൊരു പവർ ഡെലിവറി ഉണ്ട്, പിന്നെ നല്ല കംഫർട്ടൊക്കെയാണ് റൈഡർക്ക് വരുന്നത്. ആക്ച്വലി വണ്ടി ഒരു നല്ലൊരു ബൈക്കാണ്.